ഇല്ല. അത് ഏത് മൊഡ്യൂള്? ഫോർത്ത് മൊഡ്യൂളാണോ? ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. Good afternoon. മിസ് അത് ഏത് ചാപ്റ്ററാണ് മിസ്? ഓവർവ്യൂ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിലാണ്. 35ാമത്തെ പേജ് 38ാമത്തെ ചാപ്റ്റർ. എനിക്ക് അങ്ങനെ വന്നേക്കുന്ന ബുക്കില്ല, അതുകൊണ്ട് പറഞ്ഞാണ് മ്യൂട്ട് ചെയ്യുക. എല്ലാവരും ഷെയർ ചെയ്ത് തരുന്നുണ്ട് ഏത് പേജാന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇതാണെങ്കിൽ നമ്മള് പഠിച്ച കുറെ കാര്യങ്ങളൊക്കെ കൂടി ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ചാപ്റ്ററിൽ പറയുന്നത്. അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും കുറെ പേരൊക്കെ രാവിലെ മുതൽ ക്ലാസ്സിലാണ് നടന്നു. എന്നോട് മിസ്സുമാര് പറഞ്ഞു ഒരുപാട് എടുക്കാൻ നിൽക്കുന്നു വേണ്ട, രാവിലെ മുതൽ ക്ലാസ്സിൽ കയറിയ പിള്ളേരൊക്കെ കിട്ടാം എന്നൊക്കെ പറഞ്ഞു. ഈ ചാപ്റ്റർ ആണെങ്കിൽ ഇത്തിരി എന്താ പറയുക, പറഞ്ഞ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഭാഗങ്ങളുണ്ട് പറയും വയ്യാന്ന് പറയുന്നത്. എന്തായാലും കുറേശ്ശെ ഞാൻ എടുക്കുന്നുള്ളൂ, പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലെ? ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു പ്രധാനപ്പെട്ട റോളാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കോഴ്സ് പഠിക്കുന്ന നിങ്ങളാണ്. അപ്പൊ പ്രധാനമായിട്ടും ആ ഒരു റോളുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അല്ലെ പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. നമ്മളിപ്പോ പല ഇതുകളും ചാപ്റ്റേഴ്സും പഠിച്ചത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ പഠിക്കുന്ന വ്യക്തി ഒരുപാട് ഇതിനെ കുറിച്ചല്ലേ, ഹോസ്പിറ്റലിലെ എല്ലാ കുറിച്ചും ഓരോ ഓപ്പറേഷൻ തിയേറ്റർ, വെന്റിലേറ്റർ, എന്താ പറയാ റിസോഴ്സ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റുകള്, അങ്ങനെ എല്ലാത്തിനെയും കുറിച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന വ്യക്തി പഠിക്കുന്നത്. ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരത് പഠിക്കുന്നത് അല്ലെ. എല്ലാ ഹോസ്പിറ്റലിൽ നടക്കുന്നത് എന്താണോ ആ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ അത് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഐഡിയ വെച്ചിട്ട് ഹോസ്പിറ്റലിന്റെ ഏതൊക്കെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഭേദഗതികളൊക്കെ വരുത്താനായിട്ട് മാനേജ്മെന്റിനെ നിർദ്ദേശിച്ച് ഹോസ്പിറ്റൽ എങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ടല്ലേ അവിടെ നിന്ന് കൊടുക്കുന്ന സർവീസ് സേവനങ്ങള് നല്ല കാര്യക്ഷമമായിട്ട് കൊടുക്കാനായിട്ട്, പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ തൃപ്തികരമായ രീതിയിൽ കൊടുക്കാൻ എങ്ങനെ സാധിക്കും. അതേപോലെ തന്നെ മാനേജ്മെന്റിന് ബേർഡൻ ആവരുത് അല്ലെ, ഒരിക്കലും ഫിനാൻഷ്യലി ബേർഡൻ ഒന്നും വരാതെ, റിസ്ക് ഒന്നും വരാത്ത രീതിയിൽ നല്ല രീതിയിൽ നല്ല റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാക്കി പേഷ്യൻസിനെ സാറ്റിസ്ഫൈഡ് ആക്കണം, ഡോക്ടേഴ്സിനെ സാറ്റിസ്ഫൈഡ് ആക്കണം, അവിടെയുള്ള വർക്കേഴ്സിനെ സാറ്റിസ്ഫൈഡ് ആക്കണം. അതേമാതിരി തന്നെ എൻവയോൺമെന്റ് നമുക്കറിയാം, ആ ഒരു ലൊക്കാലിറ്റി അത് എല്ലാത്തിനെയും എന്താണ് നല്ല രീതിയിൽ വൃത്തിയാക്കി കൊണ്ടുപോയാൽ മാത്രമാണ് ആ ഒരു സ്ഥാപനത്തിന് നല്ല രീതിയിൽ വർക്ക് ചെയ്തല്ലേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഒരു ലാഭവച്ചയോട് കൂടിയിട്ടാണ് അല്ലെ മിക്കപ്പോഴും എന്താണ് ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമല്ല ഏതൊരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള വ്യക്തികൾക്ക് എന്താണ് എല്ലാത്തിനെയും കുറിച്ചിട്ട് ഒരു അവയർനെസ് വേണം. ആ ഹോസ്പിറ്റലിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുല്ലേ ലീഗൽ ആൻഡ് എത്തിക്കൽ നോളജ്, അതായത് നിയമപരമായിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാണ്, ധാർമ്മിക കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്, അതേമാതിരി തന്നെ പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. അങ്ങനെ പല ചാപ്റ്റേഴ്സിൽ നിങ്ങൾ പലതും പഠിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ മെയിൻ ഉദ്ദേശം എന്താണ്, നല്ലൊരു ഹോസ്പിറ്റല് നല്ല സർവീസ് കാഴ്ചവെക്കുന്ന ഹോസ്പിറ്റൽ എന്ന് അറിയപ്പെടണം. ഒപ്പം ഒരു മാനേജ്മെന്റിന് അതിൻ്റെതായ ലാഭം ഉണ്ടാക്കി കൊടുക്കണം. അവിടെയുള്ള വർക്കേഴ്സിനും എന്താണ് തൃപ്തികരമായ രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ പേഷ്യൻസിന്റെ സർവീസ് അല്ല അവർക്ക് കൊടുക്കുന്ന സേവനം തൃപ്തികരമാകണം. അതേമാതിരി തന്നെ അവിടെയുള്ള ഡോക്ടേഴ്സിനാണെങ്കിലും ജീവനക്കാർക്കാണെങ്കിലും അവർക്ക് തൃപ്തികരമായ രീതിയിലുള്ള വേതനവും അല്ലെ നല്ലൊരു സിറ്റുവേഷൻസ് ജോലി ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ മാനേജ്മെന്റിനെ പ്രോഫിറ്റബിൾ ആക്കി കൊണ്ടുപോകണം. അങ്ങനെ എല്ലാ രീതിയിലും കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഉള്ള എല്ലാ നോളജും ആരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, ഈ അഡ്മിനിസ്ട്രേറ്റർ അല്ലെ അഡ്മിനിസ്ട്രേഷൻ കീഴിലുള്ള വ്യക്തികളുടെ കയ്യിൽ ഉണ്ടായിരിക്കും.
അതിനെ കുറിച്ചിട്ടുള്ള പല വിവരണങ്ങളാണ് ഇതില് ഓരോ പാരഗ്രാഫായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് പാരഗ്രാഫ് തുടങ്ങി എന്താണ് അവിടെ വരെ ഇത് തന്നെയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ആയിരിക്കും, എങ്കിൽ കൂടി നിങ്ങൾ തന്നെ ഓരോന്ന് മനസ്സിലാക്കി തന്നെ റിപ്പീറ്റ് ചെയ്ത് മെസ്സേജുകളൊക്കെ അയച്ച് തന്നെ നമുക്കത് എന്താ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് മീനിങ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ്. വ്യത്യസ്ത രീതിയിലാണ് ഈ അഡ്മിനിസ്ട്രേഷന്റെ പേരുകൾ അറിയപ്പെടുന്നത്. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് കേട്ടോ. വ്യത്യസ്ത പേര് മീനിങ് കൊണ്ട് കൂടിയിട്ടുള്ളതായതുകൊണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവാ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ഓർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഇതെല്ലാം എന്താണ് അഡ്മിനിസ്ട്രേറ്ററുടെ റോളാണ് നിർവഹിച്ചു പോകുന്നത്. ഓക്കെ, ആ ഒരു ലേബലിൽ തന്നെ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന ലേബലിൽ തന്നെയാണ് ഇതെല്ലാം അറിയപ്പെടുന്നത്. എന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോഴും ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ഓർ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നത് സെയിം മീനിങ് തന്നെയാണ്. ഈസ് ദ ഫീൽഡ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു leadership, management and administration of public health systems, healthcare systems, hospital and hospital network in all the primary, secondary and tertiary sector. അതായത് നമ്മൾ കണ്ടിരുന്നല്ലേ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ നമ്മൾ കണ്ടായിരുന്നു. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മള് ഹെൽത്ത് കെയർ സിസ്റ്റത്തില് ഞാൻ തന്നെയല്ലേ എടുത്തത് ഒന്നറിയില്ല. അതെ, അപ്പൊ അവിടെ നമ്മൾ കണ്ടിരുന്ന എന്താണ് സബ് സെന്റർ, എന്താണ് CHC അങ്ങനെയൊക്കെ കണ്ടില്ലേ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്നൊക്കെ പറഞ്ഞ CHC, പ്രൈമറി ഹെൽത്ത് സെന്റർ എന്നൊക്കെ. അപ്പൊ അവിടെയൊക്കെ എന്താണ് ഒരു വലിയ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അതിന്റെ അണ്ടറിലാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് അല്ലെ. നമ്മൾ കണ്ടത് അംഗൻവാടി പോലെയുള്ള ഇതുകള് അവിടെ ഇങ്ങനെ ആഴ്ചയിലൊക്കെ വന്ന് ഡോക്ടേഴ്സ് വിസിറ്റ് ചെയ്യും. അപ്പൊ എന്താണ് അവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെ, ഈ വാക്സിൻസ് ഒക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെയും അതായത് പ്രഗ്നൻസി വുമൻസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ ആ ടൈമിൽ അവിടെ വരും. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മെഡിസിൻസ് ഒക്കെ അവർ എടുത്തു കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് വേറെ ഒരു മേഖല എന്ന് പറയുന്നത് പ്രൈമറി ഹെൽത്ത്. ഓക്കെ, ബേസിക് ലെവലിലുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ട് പോകുന്നത്. നെക്സ്റ്റ് എന്താണ് പ്രൈമറി ഹെൽത്ത് സെന്റർ PHC. PHCയിൽ നമ്മൾ കണ്ടായിരുന്നു കുറച്ച് 1-2 ഡോക്ടേഴ്സ് പേഴ്സൺസ് ഉണ്ടാവും അല്ലെ. സാധാരണയായിട്ട് ഒരു 5 ബെഡ് അല്ലെ, 1-2 ക്വാളിഫൈഡ് പേഴ്സൺസ് ഒക്കെ ആയിരിക്കും അവിടെ പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത്. 1-2 ക്വാളിഫൈഡ് ഡോക്ടേഴ്സിനാണ് സ്പെസിഫൈ ചെയ്ത് അവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട്. വീണ്ടും എന്താണ് നമ്മളുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ് അവിടെയും എന്താണ് ഇത്രത്തോളം പീപ്പിൾസ് 1,20,000 പീപ്പിൾസിനെങ്കിലും കെയർ ചെയ്യത്തക്ക വിധത്തിലുള്ള സൗകര്യങ്ങളോട് കൂടിയുള്ള ഹോസ്പിറ്റൽ, അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ടാവും. കുറച്ച് ഡിപ്പാർട്ട്മെന്റുകളെല്ലാം അവിടെ വർക്ക് ചെയ്ത് സേവനം ചെയ്യുന്നുണ്ടാവും. അവരുടെ വർക്കുകളും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട സേവനങ്ങളെല്ലാം അവിടെ കാഴ്ചവെക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള പ്രൈമറി അല്ലെങ്കിൽ എന്താണ് സെക്കൻഡറി അല്ലെങ്കിൽ ദ്വിതീയ തരത്തിലുള്ള ആ ഒരു തലങ്ങളെ അതിനെയെല്ലാം ഒന്നിച്ച് അതാണ് പറയുന്നത് ഹെൽത്ത് കെയർ സിസ്റ്റം, ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് ഇൻ ഓൾ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിട്ടറി സെക്ടർ. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഈ 3 ശൃംഖലകൾ അല്ലെ, 3 ഈ കാര്യങ്ങൾ പ്രൈമറി തലത്തിലാണെങ്കിലും സെക്കൻഡറി തലത്തിലാണെങ്കിലും ഈ ഒരു മൊത്തത്തിലുള്ള തലത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത് എവിടെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളിൽ നിന്നാണ് അല്ലെ. ഒരു വലിയ പൊസിഷൻ കൊടുത്ത് നിർത്തിയൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള പദവിയിൽ കുറച്ച് വ്യക്തികൾ അവിടെ അപ്പോയിന്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തലങ്ങളിലുള്ള ഡ്യൂട്ടികളെല്ലാം അത് കൃത്യമായിട്ട് തന്നെ നടന്നു പോകുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരുടെ ഡ്യൂട്ടി തന്നെയാണ്. അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ അവര് കൃത്യമായിട്ട് തന്നെ കൊടുത്ത് കൈമാറി കൊണ്ടുപോകേണ്ടതുണ്ട്. അതാണ് പറയുന്നത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഈസ് ദ ഫീൽഡ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ലീഡർഷിപ്പ്. അവര് നേതൃത്വം വഹിക്കേണ്ടവര് മാനേജ്മെന്റ് അല്ലെ, കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്ത് അതിൽ ഏതെങ്കിലുമൊക്കെ വിട്ടുവീഴ്ചകളോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നടത്തേണ്ടി വരും. ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് പബ്ലിക് ഹെൽത്ത് സിസ്റ്റംസ്, പൊതുജന ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെ പൊതുജന ആരോഗ്യ ക്ഷേമങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ഹോസ്പിറ്റൽസ് ആൻഡ് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് ഇൻ ഓൾ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിട്ടറി സെക്ടർ. ഏത് മേഖലകളിലെ പ്രവർത്തനങ്ങളിലും അവരൊരു കോർഡിനേഷൻ ഒരു ഏകോപിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ള വ്യക്തികളാണ്.
അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് അറിയാം, ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവർ എന്ന് പറയുന്നത് ചിലപ്പോൾ ചില ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി ആയിരിക്കില്ല ഒരു ക്ലിനിക്കിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ലെ, ഒരു ചെറിയൊരു ഹോസ്പിറ്റലിലുള്ള അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി. അത് ആ ഹോസ്പിറ്റലിൽ റിലേറ്റ് ചെയ്ത് ബന്ധപ്പെട്ട് വ്യത്യസ്തമായിരിക്കും. അപ്പൊ അതാണ് അതിൽ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഓരോ ഹോസ്പിറ്റലിന്റെയും അഡ്മിനിസ്ട്രേഷൻ പവറിൽ ചെല്ലുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ഡ്യൂട്ടീസ് വ്യത്യസ്തമായിരിക്കും മറ്റൊരു ഹോസ്പിറ്റലിന്റെ ഡ്യൂട്ടിയുമായിട്ട് അല്ലെ. അത് ഏത് ഇതിലുള്ള മേഖലകളാണ് കവർ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് അവരുടെ ഡ്യൂട്ടിയും വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ ഗവൺമെന്റ് വിങ്ങിലൊക്കെ ആവുമ്പോൾ നമുക്കറിയാം എല്ലാ സെക്ടറുകളിലെ ആരോഗ്യ പ്രവർത്തനം അല്ലെ, എല്ലാ സെക്ടറുകളിലേക്കും കൺട്രോളിംഗ്, മാനേജ്മെന്റ്, ലീഡർഷിപ്പ് ഒക്കെ നിർവഹിക്കേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. നെക്സ്റ്റ് സെന്റൻസ് പറയുന്നത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർമുലേറ്റ്, കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ് ഫോർ ഓർഗനൈസേഷൻ ആൻഡ് ബിസിനസ്. അതായത് നമുക്കറിയാം ഒരു സ്ഥാപനം അല്ലെ, ആ സ്ഥാപനത്തിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് എന്താണ് ആ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ എന്താണ് ഒരു ചെറിയ പ്രോഫിറ്റബിൾ ആക്കി ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും അവര് അത് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഫോർമുലേറ്റ് അല്ലെ, അതിനനുസരിച്ചിട്ടുള്ള രൂപകൽപ്പനയായിരിക്കണം അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർ ചെയ്യേണ്ടത്. പക്ഷേ നമുക്കറിയാം അങ്ങനെ ചെയ്യുമ്പോൾ ആർക്കാർക്കും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ പാടില്ല അല്ലെ. അവിടെയുള്ള വർക്കേഴ്സിന് എന്താണ് അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, നീഡായിട്ടുള്ള കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫൈഡ് ചെയ്ത് തന്നെ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ടായി, അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്കുണ്ട്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർമുലേറ്റ്, കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ് ഫോർ ഓർഗനൈസേഷൻസ് ആൻഡ് ബിസിനസ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു പബ്ലിക് ആയിട്ടുള്ള വ്യക്തികളുടെ അല്ലെ, പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിന് നമ്മുടെ പൊതുജന ആരോഗ്യത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന പോലെ തന്നെ ഓർഗനൈസേഷന്റെ അല്ലെ ഒരു പ്രത്യേക എയിമോട് കൂടിയിട്ട് ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു ചെറിയ നിശ്ചിത ലാഭത്തോട് കൂടിയിട്ടുള്ള ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ലേബേഴ്സിയോടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ബാക്കി എല്ലാവരുടെയും കൂടിയും ആവശ്യങ്ങൾ നിറവേറ്റി കൊണ്ടുപോകേണ്ടതും കൂടിയുണ്ട്. അത് ആരുടെ ഡ്യൂട്ടിയാണ്? അഡ്മിനിസ്ട്രേഷനിലെ പവറിലുള്ള വ്യക്തികളുടെ ഡ്യൂട്ടിയാണ്. സോ വീണ്ടും പറയുന്നത് എന്താണ്? ആസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ഇറ്റ് മാനേജ് ദ ബെനിഫിറ്റ് ഓഫ് എംപ്ലോയീസ് ആസ് വെൽ ആസ് ക്രിയേറ്റ് എ കണക്ഷൻ ബിറ്റ്വീൻ ബെനിഫിറ്റ്സ് ആൻഡ് ഫിസിഷ്യൻസ്. അതായത് അവിടെയുള്ള വർക്കേഴ്സിനും അതേമാതിരി തന്നെ എന്താണ് ഫിസിഷ്യൻ അല്ലെ, ഡോക്ടേഴ്സിനും എല്ലാവർക്കും തന്നെ നല്ല രീതിയിലുള്ള ബെനിഫിറ്റുകൾ ഉണ്ടാക്കി തക്ക വിധത്തിലുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും അല്ലെ നിയമ നടപടികളാണ് ആരും രൂപകൽപ്പന ചെയ്യേണ്ടത്? അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് രൂപകൽപ്പന ചെയ്യേണ്ടത്. ദീസ് റിക്വയർമെന്റ്സ് നീഡ് എ broad background in business skills and specialized knowledge of the healthcare field. അതുകൊണ്ട് തന്നെ എന്താണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവർക്ക് എന്താണ് നല്ലൊരു നോളജ് ഉണ്ടാവും അല്ലെ, എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും അവയർനെസ് വേണം. നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ കാര്യങ്ങളെ കുറിച്ചെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ലീഗലായിട്ടുള്ള നിയമവശങ്ങൾ ഉണ്ടാവും, എത്തിക്കലായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവും, അതല്ലെങ്കിൽ പബ്ലിക്കിനെ സാറ്റിസ്ഫൈഡ് ചെയ്യേണ്ട രീതിയിലുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന്, അതല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആ മാനേജ്മെന്റിന് എന്തൊക്കെയാലും ഗുണം കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് അങ്ങനെ മൊത്തത്തില് നല്ലൊരു നോളജ് ആർക്കുണ്ടായിരിക്കണം? ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ള വ്യക്തിക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതാണ് പറയുന്നത് ദീസ് റിക്വയർമെന്റ്സ് നീഡ് എ ബ്രോഡ് ബാക്ക്ഗ്രൗണ്ട് ഇൻ ബിസിനസ് സ്കിൽസ് അല്ലെ, ബിസിനസ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിവുകൾ അല്ലെ, ഒരു ലാഭേച്ഛയോട് കൂടിയിട്ട് ഒപ്പം എന്താണ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ. ചിലർക്ക് നമുക്കറിയാതെ ഒരു സർവീസ് മൈൻഡോട് കൂടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ അവിടെ ലാഭം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ആരെങ്കിലും പോകുമോ? ഇല്ല. അവിടെ പേഷ്യൻസ് വളരെയധികം ഡിമായിരിക്കും. അവര് എന്താണ് അവർക്ക് എപ്പോഴും എയിം എന്താണ്? ലാഭം മാത്രമാണ് അല്ലെ. അങ്ങനെയുള്ള ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസ് പോകുക എന്നുള്ളത് കുറഞ്ഞ അല്ലെ, അതിന്റെ അനുപാതം തീർച്ചയായിട്ടും അതിന്റെ പെർസെന്റേജ് വളരെ കുറവായിരിക്കും. അപ്പൊ എന്താണ് സർവീസ് കിട്ടണം അല്ലെ, പബ്ലിക്കിനെ സാറ്റിസ്ഫൈഡ് ആവുകയും വേണം, ഒപ്പം തന്നെ എന്താണ് ലാഭേച്ഛ അല്ലെ ഒരു നിശ്ചിത വരുമാനം കൂടി ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള അറേഞ്ച്മെന്റോട് കൂടിയ രീതിയിലായിരിക്കണം ഇവരുടെ നിയമ നടപടികളും കാര്യങ്ങളെല്ലാം രൂപകൽപ്പന ചെയ്യേണ്ടത് എന്നുള്ളത്. ഫസ്റ്റ് പാരഗ്രാഫ് എന്താണെന്നുള്ളത് മനസ്സിലായോ? ഫസ്റ്റ് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. കണ്ടിന്യൂ ചെയ്യാമോ? ഈ അടുത്ത പാരഗ്രാഫിലും ഇത് തന്നെയാണ്, റിപ്പീറ്റേഷൻ ആണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ്
അത് പറയുന്നത്. അതായത് അഡ്മിനിസ്ട്രേറ്റ് എന്തായാലും നമ്മൾ കണ്ടിരുന്നത് ഹ്യൂമൻ റിസോഴ്സിന് എന്താണ് പ്രധാനമായിട്ടും ആ പേഴ്സണെ അവിടെയുള്ള വർക്കേഴ്സിനെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും അവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അവിടെയുള്ള വർക്കേഴ്സിന് ഉള്ള നല്ല രീതിയിലുള്ള കാര്യങ്ങളും കൂടി എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് പവർക്കുള്ളവരുടെ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയണം. കാരണം എന്താണ് അവര് ബേസിക്കലി നമ്മൾ പറഞ്ഞു അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് എല്ലാത്തിനെയും കുറിച്ച് പഠിക്കുന്നത് അതുകൊണ്ടാവും. പക്ഷെ തിയേറ്ററിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റും, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ വരാം, വെന്റിലേറ്ററിൽ എന്തൊക്കെ വരാം, CSD അല്ലെ സെൻട്രൽ സ്റ്റെറിലൈസ് സിസ്റ്റത്തിൽ അവിടെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണോ, അല്ലെങ്കിൽ പബ്ലിക്കിന് എന്തെങ്കിലും പ്രോഗ്രാംസുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണോ, ഹോസ്പിറ്റലിന്റെ സർവീസ് എത്രത്തോളം സേവനങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് എല്ലാവരുടെയും ഇടയിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ മറ്റേതെങ്കിലും ഫെസിലിറ്റീസ് അത് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണോ എന്നുള്ള കാര്യങ്ങൾ അറിയണം. ജനങ്ങൾക്ക് അത് അവിടെയുള്ള വർക്കേഴ്സിന് എന്തെങ്കിലും ട്രെയിനിങ് അല്ലെ ഡെവലപ്മെന്റിലൊക്കെ പ്രധാനമായിട്ടും വരുന്നത് എന്താണ്, കൂടുതൽ അവരുടെ സ്കില്ല്, അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ നോളജുകൾ, അവിടെയുള്ള വർക്കേഴ്സിന്റെ നോളജ് അല്ലെങ്കിൽ സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അന്തിമമായ തീരുമാനം ആരെടുക്കുന്നത്, ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ് എടുക്കുന്നത്. അത് ആരുമായിട്ട് കൂടിയാലോചിച്ചിട്ടാണ്, അവരുടെ മാനേജ്മെന്റുമായിട്ട് കൂടിയാലോചിച്ചിട്ടാണ് അവരുടെ ഫൈനൽ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് എന്തായിരിക്കും, നല്ലൊരു നോളജ്, എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള നല്ല നോളജ് ഉണ്ടായിരിക്കും. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് നോക്കാം. നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഇതിലെന്താ പറയുന്നത്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഓൾസോ ഓഫൺ കോൾഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ. ഇതിൽ നമുക്കറിയാം ആരോഗ്യം അല്ലെ, അതുമായി ബന്ധപ്പെട്ട ചികിത്സാ കാര്യങ്ങളാണ് പൊതുവെ നമ്മുടെ ഹോസ്പിറ്റലിൽ നടക്കുന്നത്. ആരോഗ്യം എന്നതിന്റെ ആ ഒരു വീണ്ടെടുക്കൽ അല്ലെ, നല്ല ഒരു ആരോഗ്യവാന്മാരാവാൻ വേണ്ടിയിട്ടുള്ള ചികിത്സാ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഹോസ്പിറ്റലിൽ നടക്കുന്നത്. Includes making both the daily and the long-term decisions that will indicate the healthcare system business strategies. അതായത് നമുക്ക് നല്ലതല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു, കൂടുതൽ തീരുമാനങ്ങളും നയങ്ങളൊക്കെ രൂപീകരിക്കേണ്ടത് ആരാ, നിങ്ങളൊന്നും നോക്കുമ്പോ, അല്ലെങ്കിൽ ഞാൻ മാത്രം ഇങ്ങനെ വൺ മാൻ ഷോ പോലെ പറയും. അപ്പൊ നിങ്ങള് കൂടി ഒന്ന് അല്ലെ, അവിടെ കേൾക്കുന്നവരെ കൂടി ഒന്നുകൂടി കോപ്പറേറ്റ് ചെയ്ത് തരുമ്പോൾ തീർച്ചയായിട്ടും ക്ലാസ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിലെ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞത് എന്താണ്, നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തീരുമാനങ്ങൾ എടുക്കും അല്ലെ. തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആരാന്നാണ് ഞാൻ പറഞ്ഞത്, ആരായിരിക്കും തീരുമാനങ്ങൾ എടുക്കേണ്ടത് പൊതുവെ, അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, ഈ അഡ്മിനിസ്ട്രേറ്റർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പല തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെ തീരുമാനങ്ങൾ ലോങ് ടൈം അല്ലെ, ലോങ് ടൈം ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് വരും, ഷോർട്ട് ടൈം ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അതായത് ചെറിയ ചെറിയ തീരുമാനങ്ങൾ അല്ലെ, നീണ്ട വർഷങ്ങൾക്ക് നീണ്ടമായിട്ടുള്ള തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഇച്ചിരി കൂടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് കുറച്ച് നീണ്ട കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. സ്ട്രാറ്റജിക്ക് അതിന്റെ ബിസിനസിന്റെ ആ ഒരു സ്ട്രാറ്റജീസ് അനുസരിച്ച്, തന്ത്രങ്ങൾക്ക് അനുസരിച്ചിട്ട് മെനഞ്ഞെടുക്കേണ്ടതായിട്ട് വരും. നീണ്ട കാലയളവിലേക്കുള്ള തീരുമാനങ്ങളും ഷോർട്ട് ടൈം ആയിട്ടുള്ള കാലയളവിലേക്കുള്ള തീരുമാനം. ഷോർട്ട് ടൈം ആയിട്ടുള്ള കാലയളവിലേക്കുള്ള തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ അല്ലെ ഡെയിലി കാര്യങ്ങളൊക്കെ, ഡെയിലി ഇന്ന പേഴ്സൺസ് ഇത്രയും പേഷ്യൻസിനെ നോക്കാനായിട്ട് ഇത്രയും ഡ്യൂട്ടി അല്ലെ, ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഷോർട്ട് ടൈം കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ലോങ് ടൈം ആയിട്ടുള്ള സ്ട്രാറ്റജീസും ആരെടുക്കേണ്ടതായിട്ട് വരും, ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവരെ എടുക്കേണ്ടതായിട്ട് വരും. ഇനി വീണ്ടും പറയുന്നത് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ പ്രാക്ടീസ് which manages, leads, oversees, administrators the operation of a dynamic complex healthcare entities including hospitals, long-term care facilities, healthcare systems, nursing homes, pharmacies and health insurance providers. നമുക്കറിയാം ഈ ഇൻഷുറൻസ് പാക്കേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്ത് തരത്തിലുള്ള തീരുമാനമായിരിക്കും, അത് ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ? ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട ലോങ് ടൈം ആയിരിക്കും. ഓക്കെ, ലോങ് ആയിട്ടുള്ള തീരുമാനമാണ്. അതേമാതിരി തന്നെ ഓക്കെ ശരിയാണ്, റൈറ്റ് ആണ്, നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ എല്ലാവരും കോപ്പറേറ്റീവ് ആണെന്നതിൽ ഹാപ്പിയാണ്. അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്, ചില സങ്കീർണമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും ചിലപ്പോഴൊക്കെ അല്ലെ, ചില ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും, ചെറിയ ചെറിയ ഡെയിലി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ചിലപ്പോ ഒരു കുറച്ച് ഞാൻ നേരത്തെ അല്ലെ നമ്മുടെ സോഷ്യലൊക്കെ പറഞ്ഞിരുന്നു,
ചിലപ്പോ കുറച്ച് പേഷ്യൻസേ ഉള്ളൂ ഹോസ്പിറ്റലില്, കുറച്ച് പേഷ്യൻസേ ഉള്ളൂ, കൂടുതൽ അപ്പോയിന്റ്മെന്റ്സ്, കൂടുതൽ സ്റ്റാഫ് നഴ്സിന്റെ ആവശ്യകതയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 2 നഴ്സുമാരൊക്കെ വേണ്ടാന്ന് വയ്ക്കും. അപ്പൊ അത് എന്താണ്, ഡെയിലി ഒരു കുറച്ച് നാൾ ഇങ്ങനെ പരിചയപ്പെട്ടിട്ടായിരിക്കും അവിടെ വേണ്ടാന്ന് വെക്കുന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. ചിലപ്പോഴൊക്കെ നമുക്കറിയാം, ചിലപ്പോൾ പേഷ്യൻസ് കൂടുതൽ വരികയാണ്, പക്ഷെ അതിന് മതിയായ എന്താണ് സ്റ്റാഫുകൾ ഇല്ല. അപ്പൊ അവിടെ കുറച്ച് പേരെയും കൂടി അല്ലെ, കൂടുതൽ പേരെയും കൂടി അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ചില കാര്യങ്ങളെല്ലാം ലോങ് ടൈം ആയിട്ടുള്ള കെയർ ഫെസിലിറ്റീസ് നമ്മൾ അറേഞ്ച് ചെയ്യണം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളവർ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇൻ കേസ് നഴ്സിംഗ് ഹോമുകളുടെ ആണെങ്കിലും നമുക്കറിയാം, ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് ഒരു ഹോസ്പിറ്റലിനെ മാത്രമല്ല പ്രവർത്തിക്കുന്നത് അല്ലെ, അതിപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഉണ്ടാവും, അതേപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഉണ്ടാവും, ക്ലിനിക്കിൽ ഉണ്ടാവും, അതേമാതിരി തന്നെ എന്താണ് നഴ്സിംഗ് ഹോമുകളിലെല്ലാം ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർ പ്രവർത്തിക്കുന്നത്. അതായത് ഏത് ഫേം ആണോ ആ ഫേമിനനുസരിച്ചിട്ടാണ് അവരുടെ ഡ്യൂട്ടികൾ ഉണ്ടാവുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വ്യത്യസ്തമായിരിക്കും അവരുടെ ഡ്യൂട്ടി. അവർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന വിങ് എന്താണോ, അവർ ഏത് സ്ഥാപനത്തിലാണോ വർക്ക് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളായിരിക്കും അവര് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പൊ നിങ്ങളൊക്കെ കേൾക്കുമ്പോൾ അയ്യോ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യണമല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് ഏത് ഡ്യൂട്ടിയാണോ അല്ലെ, ഏത് പ്ലേസിലാണോ അപ്പോയിന്റ്മെന്റ്സ് കിട്ടുന്നത് അതുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ വിങ്ങില് പ്രൈമറി സെക്കൻഡറിയും ടെർഷറിയും ഒക്കെ ഫീൽഡ് കൂടി ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രമേ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരില്ല. നമുക്കറിയാം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്, health administration is the practice which manages, leads, oversees, administrates the operating of a dynamics കോംപ്ലക്സ് ഹെൽത്ത് കെയർ എൻറ്റിറ്റീസ് ഇൻക്ലൂഡിംഗ് ഹോസ്പിറ്റൽ. ചിലപ്പോൾ ഹോസ്പിറ്റലിലെ ഏതെങ്കിലും ഹോസ്പിറ്റലിലെ കോംപ്ലക്സ് കാര്യങ്ങൾ അല്ലെ, സങ്കീർണമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരിക. ചിലപ്പോൾ ലോങ് ടൈം കെയർ ഫെസിലിറ്റീസ്, നേരത്തെ പറഞ്ഞ മാത്രമേ ലോങ് ആയിട്ടുള്ള ഒരുപാട് നീണ്ടു നിൽക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഫെസിലിറ്റീസ് അത് പ്രൊവൈഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അവര് കൈകാര്യം ചെയ്യേണ്ടത് വരുന്നത്. ഹെൽത്ത് കെയർ സിസ്റ്റംസ്, ചില അല്ലെ സാങ്കേതികമായിട്ടുള്ള ചില ഹെൽത്ത് കെയർ സ്ഥാപനങ്ങളുടെ ആ ഒരു സിസ്റ്റത്തിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ ശൃംഖലകളെ കൂട്ടി യോജിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. നഴ്സിംഗ് ഹോമുകളാണെങ്കിൽ അല്ലെങ്കിൽ ഫാർമസിയുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അത് ഏതാണോ, ചിലപ്പോൾ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെ ലോങ് ടൈം ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ്. അതനുസരിച്ചിട്ട് ഏത് ഡ്യൂട്ടിയാണോ നമ്മൾ കൈകാര്യം ചെയ്ത് വരേണ്ടത് അതനുസരിച്ചിട്ട് അവര് ആ ഡ്യൂട്ടിയെല്ലാം ചെയ്യാനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരും. അത് ഓരോന്നും നേച്ചറൽ സ്കോപ്പ് എന്നൊക്കെ പറയുന്നത് അത് വ്യത്യസ്തമാണ്. അവരുടെ ആ ഒരു ഫെസിലിറ്റി കൊടുക്കുന്ന ഏതൊരു സ്ഥാപനമാണോ ഫെസിലിറ്റീസ് കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കുന്നത് ആ സൗകര്യത്തിന് അനുസരിച്ചിട്ടുള്ള കുറെ അല്ലെ തീരുമാനങ്ങളാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് എടുത്തുകൊണ്ട് വരേണ്ടത്. അതുകൊണ്ട് തന്നെ പറയുന്നത്, the importance of a healthcare administration involves helping a facility operate daily, preparing program for public, training new employees and assisting every patient. ചിലപ്പോഴൊക്കെ നമുക്കറിയാം അല്ലെ, പേഷ്യൻസിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചില പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്കറിയാം അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഇങ്ങനെ ഒരു ENT ഡോക്ടറെ കൊണ്ടുവന്ന് ഒരു പബ്ലിസിറ്റി അല്ലെ, നല്ല ഡോക്ടറാണ്, നല്ല ഫെസിലിറ്റീസ് പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്, ENTക്ക് പേരിലുള്ള ഒരു സ്ഥാപനമാണെന്ന് പബ്ലിക്കിനെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കാം ചിലപ്പോൾ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലിരിക്കുന്ന വ്യക്തിയുടെ ഡ്യൂട്ടി എങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു പ്രോഗ്രാമുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതേമാതിരി തന്നെ ചിലപ്പോൾ ആണെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലെ ന്യൂ എംപ്ലോയീസിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളും നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അല്ലെ. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണെങ്കിലും അറിയാം, ഓൺ ദ വേ ട്രെയിനിങ്ങും പല ട്രെയിനിങ് കോഴ്സുകളും ഉണ്ട് അല്ലെ. ചിലപ്പോൾ അപ്രന്റീസ്ഷിപ്പ് ഒക്കെ നമ്മൾ നേരത്തെ HR-ലൊക്കെ കണ്ടു. അപ്പൊ ഏതെങ്കിലും രീതിയിൽ അവർക്ക് ട്രെയിനിങ് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ തീരുമാനിക്കേണ്ടതായിട്ട് വരിക. അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കൊടുക്കുക എന്നുള്ളത് ആ ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ വ്യത്യസ്തമായിരിക്കും. അത് ഏത് രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ അപ്ലൈ ചെയ്യാനുള്ള നോളജ് ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എടുത്തിട്ട് അവര് പറയുന്നത്. അത് പ്രധാനമായിട്ടും വിവരിക്കുന്നത് നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ജസ്റ്റ് വായിച്ചു നോക്കാം.
കിട്ടിയോ? വായിച്ചു നോക്കിയാണ്. മനസ്സിലായോ? ഓക്കെ. നിങ്ങളത് അതിലെ പ്രധാനമായിട്ട് പല പല അദ്ദേഹത്തിന്റെ റോളുകളെ കുറിച്ചിട്ടാണ്. അപ്പൊ അതനുസരിച്ചിട്ട് അപ്പൊ ഓരോ ഇതിലും ഓരോ പ്രത്യേക റോളുകൾ അവർക്കുണ്ട് അല്ലെ. ഇതിലിപ്പോ നമ്മൾ പറയുന്നുണ്ട് ഡെയിലിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കാൻ, അല്ലെങ്കിൽ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് ചെയ്യുക, അല്ലെങ്കിൽ എംപ്ലോയീസിന് എന്തെങ്കിലും അസിസ്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുക, അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള റോളുകൾ ആർക്കുണ്ട്? അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ഉണ്ട് എന്നുള്ളത്. ഇനി വീണ്ടും റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഇത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം മുതൽ അവസാനം വരെ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. അഡ്മിനിസ്ട്രേറ്ററുടെ പവറിലുള്ള വ്യക്തികളുടെ ഇത് തന്നെ വീണ്ടും പറയാണ്. അഡ്മിനിസ്ട്രേഷനിൽ എന്താണ് പങ്ക് അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഉള്ള അഡ്മിനിസ്ട്രേഷന്റെ പങ്കാണ് പറയുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് അക്കൗണ്ടബിൾ ഫോർ ഓർഗനൈസിംഗ് ആൻഡ് സൂപ്പർവൈസിംഗ് ദ ഹെൽത്ത് സർവീസ് ആൻഡ് എവരിഡേ ആക്ടിവിറ്റീസ് ഓഫ് ദ ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. കേസ് ഓഫ് ഹോസ്പിറ്റൽ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പല പല പ്ലേസുകളിലും ഇദ്ദേഹത്തിന് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലെ. ഓരോ ഹോസ്പിറ്റലാണ് എങ്കിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ എല്ലാ തരത്തിലുള്ള സേവനങ്ങളിലും അല്ലെ അക്കൗണ്ടബിൾ ഫോർ ഓർഗനൈസിംഗ് ആൻഡ് സൂപ്പർവൈസിംഗ്, അതായത് അവിടുത്തെ സേവനങ്ങളെല്ലാം സംഘടിപ്പിച്ചു കൊണ്ടുവരേണ്ടത്. ഓർഗനൈസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് സംഘടിപ്പിക്കേണ്ടത്, ഇതെല്ലാം വർക്കേഴ്സ് ഇങ്ങനെയെല്ലാം അറേഞ്ച് ചെയ്യുന്നത് അല്ലെ, ഒരു ഘടന അത് ഉണ്ടാക്കി തീർക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള വ്യക്തികളാണ്. അതോടൊപ്പം തന്നെ സൂപ്പർവൈസിങ് അല്ലെ, അത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഘടനയ്ക്ക് അനുസരിച്ചിട്ട് തന്നെ കടന്നു പോകുന്നുണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു നഴ്സുമാർക്ക് ഇത്ര പേഷ്യൻസിന് കൊടുത്തു, അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് CSD ഡിപ്പാർട്ട്മെന്റില് എല്ലാ തരത്തിലുള്ള എന്താണ് എക്യുപ്മെന്റ്സുകളെല്ലാം സ്റ്റെറിലൈസേഷൻ ഒക്കെ നിർവഹിക്കുന്നത് ആ ഡിപ്പാർട്ട്മെന്റിൽ. അതനുസരിച്ചിട്ട് ആ ഡിപ്പാർട്ട്മെന്റ് കളക്ട് ചെയ്ത് ഓരോരുത്തരും ഓരോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. ആ എക്യുപ്മെന്റ്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്ത ആ ഡിപ്പാർട്ട്മെന്റുകളിലെല്ലാം ഉള്ള വർക്കുകളെല്ലാം ആലോചിച്ച് അതനുസരിച്ചിട്ട് തന്നെ നടക്കുന്നുണ്ടോ എന്നുള്ളത് സൂപ്പർവൈസ് ചെയ്യേണ്ട. ഇതെല്ലാം അതായത് ആൻഡ് എവരിഡേ ആക്ടിവിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, എല്ലാ ദിവസവും ഇങ്ങനെ റുട്ടീനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. വീണ്ടും പറയുന്നു, health care administration is the management of all the non-clinical functions included in the operating healthcare facility, from daily operations to staffing to budgeting and finance to long-term strategic planning to make sure the success of the healthcare providers on the system. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ചെറിയ ഡെയിലി ആക്ടിവിറ്റീസ് മാത്രമല്ല ലോങ് ടൈം ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഇവര് കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻസ് അല്ലെ, നമ്മുടെ അവിടെ നമ്മുടെ എന്താ പറയുക മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ തന്നെയുള്ള മറ്റു പ്രവർത്തനങ്ങളുമുണ്ട് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻസ് മാനേജ്മെന്റ്, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള മാനേജ്മെന്റ് കാര്യങ്ങളും കൂടി ഇദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ട്. അവിടെയും ഇദ്ദേഹത്തിന് പങ്കുണ്ട്. അതനുസരിച്ചിട്ട് തന്നെ ബഡ്ജറ്റിംഗ് കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് അല്ലെ, പിന്നെ ഏതെങ്കിലും ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ഇത്തിരി കൂടി വിപുലീകരിക്കണമെന്ന് തോന്നിയാൽ, അവിടെയുള്ള അപ്പോയിന്റ്മെന്റ്സുകളും കൂടി ഇത്തിരി കൂടി വർദ്ധിപ്പിക്കണമെന്നൊക്കെ തോന്നിയാൽ അതിനനുസരിച്ചിട്ടുള്ള പ്ലാനുകളും തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള വ്യക്തി തന്നെയാണ്. അപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇത്തരത്തില് അല്ലെ, ഫ്രം ഡെയിലി ഓപ്പറേഷൻ ടു സ്റ്റാഫിംഗ് ടു ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻസ് ടു ലോങ് ടൈം സ്ട്രാറ്റജിക് പ്ലാനിംഗ് ടു മേക്ക് ഷുവർ ദ സക്സസ് ഓഫ് ദ ഹെൽത്ത് പ്രൊവൈഡർ. അപ്പൊ സാധാരണ രീതിയിലുള്ള ഡെയിലി ഓപ്പറേഷൻ തുടങ്ങി എന്താണ് ലോങ് ടൈം ആയിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും വരെ അത് നല്ല സക്സസ് ആയിട്ട് അല്ലെ വിജയത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള വേണ്ടി മറ്റുള്ളവർക്കെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള വ്യക്തിയുടേത്. ഇതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ. നമുക്കറിയാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഏത് ഭാഗത്താണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, ഭേദഗതികൾ വരുത്തേണ്ടത്, കൂട്ടിച്ചേർക്കേണ്ടത്, പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കേണ്ടത്, ഇതെല്ലാം നോക്കിക്കണ്ട് ഓരോ മാനേജ്മെന്റിലെ ഒരു ഓവറോൾ കൺട്രോളിങ് സൂപ്പർവൈസിംഗ് ഒക്കെ നടത്തേണ്ടത് ആരാണെന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പവർ. പോരായി തുടങ്ങിയ പറഞ്ഞത് തന്നെ പറഞ്ഞു. നമുക്ക് കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഒബ്ജക്റ്റീവ്സും പ്രിൻസിപ്പൾസും ഇത് തന്നെയാണ്. ഇവര് തന്നെ പറയുന്നതിന്റെ ഓരോന്നോരോന്ന് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും. അതിനുശേഷം എളുപ്പമാണ്. കാരണം
നമുക്ക് കുറച്ചും കൂടി അല്ലെ ഡെത്ത് റേറ്റ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രിവാലൻസ്, ഇൻസിഡൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. പക്ഷെ ആദ്യം ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ കുറച്ച് ഇത് തന്നെയാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് വാട്ട് ഈസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ? എന്താണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് വീണ്ടും പറയുന്നത്. ഇതിലെന്താണ് പറയുന്നത്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് ബിഹൈൻഡ് ദ കർട്ടൻ ടു മേക്ക് എക്സ്റ്റെൻസീവ് ഡിസിഷൻ ഫോർ ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മൾ പറയില്ലേ തിരുച്ചിയിലേക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന് വെച്ചാൽ നമ്മുടെ അല്ലെ ഒരു എന്താണ് പറയുക, അതൊക്കെ കർട്ടന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തി, നമ്മുടെ ബിസിനസ് സ്ഥാപനം, അത് ആ ഹോസ്പിറ്റല് അതിന്റെ തിരശ്ശീലയ്ക്കുള്ളിൽ മെയിനായിട്ട് നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ആര്? അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഡയറക്ട്ലി ഹാൻഡിൽ പോളിസി ആൻഡ് ബഡ്ജറ്റ് ടു ജനറേറ്റ് ബെറ്റർ പേഷ്യന്റ് എക്സ്പീരിയൻസ് ആൻഡ് എൻഷുർ ദ സേഫ്റ്റി ഓഫ് ഗസ്റ്റ് ആൻഡ് സ്റ്റാഫ്. അതായത് അദ്ദേഹം നല്ല രീതിയിൽ അല്ലെ നല്ല നോളജും കഴിവുള്ള വ്യക്തിയായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിനുള്ള നോളജും കഴിവുകളും അനുസരിച്ചിട്ട് തന്നെ നല്ല നല്ല ഹാൻഡിൽ പോളിസി, നല്ല നല്ല നിയമങ്ങൾ അല്ലെ നയങ്ങളൊക്കെ രൂപീകരിക്കുന്നു, ബഡ്ജറ്റുകളൊക്കെ പ്ലാൻ ചെയ്യുന്നു. അതനുസരിച്ചിട്ട് തന്നെ നല്ല പേഷ്യൻസിന് നല്ല സേവനങ്ങൾ കാഴ്ചവെക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ് അവിടെയുള്ള വർക്കേഴ്സിന് അല്ലെ അവിടെയുള്ള വർക്കേഴ്സിന് സുരക്ഷിതത്വം, അതേപോലെ തന്നെ എന്താണ് ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു തൃപ്തിയും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ആര്? അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന വ്യക്തി. ആ സ്ഥാപനത്തിന്റെ കർട്ടന്റെ പിന്നിൽ നിന്നുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അഡ്മിനിസ്ട്രേറ്റർ. അദ്ദേഹം എന്താണ് നല്ല രീതിയിൽ ഓരോ പേഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്ത് പോകാനുള്ള നയങ്ങൾ രൂപീകരിക്കുന്നു, ബഡ്ജറ്റുകളൊക്കെ തയ്യാറാക്കുന്നു. ഒപ്പം തന്നെ എന്താണ് അവിടെയുള്ള വർക്കേഴ്സിന് നല്ല സുരക്ഷിതത്വം, ഒപ്പം തന്നെ ഒരു അല്ലെ നല്ല മെച്ചപ്പെട്ട അവരുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നത് ആരാണ്? ഒന്നുകൂടെ പറയാണ്. ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ വർക്ക് ബിഹൈൻഡ് ദ കർട്ടൻ ടു മേക്ക് എക്സ്റ്റെൻസീവ് ഡിസിഷൻ ഫോർ ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മുടെ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന എന്നുള്ള ഒരു വ്യക്തിത്വമാണ് അല്ലെ. വിപുലമായിട്ട് എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ വിപുലമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് അഡ്മിനിസ്ട്രേറ്റർ. അദ്ദേഹം എപ്പോഴും എന്താണ് അല്ലെ എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? ഡോക്ടറിന്റെ ജോലിയാണ് ചെയ്യുന്നത്, നഴ്സിന്റെ ജോലിയാണ് ചെയ്യുന്നത് അല്ല. അദ്ദേഹം പക്ഷെ എന്താണ് ഇവർക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള അവരെല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ പേഷ്യൻസിന് സർവീസ് അവർ നേരിട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷെ എന്താണ് അവർക്ക് അനുകൂലമായിട്ടുള്ള കുറെ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്, പോളിസികളൊക്കെ രൂപീകരിക്കുന്ന ആരാണ്? അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള വ്യക്തിയാണ്. അപ്പൊ അതാണ് പറയുന്നത് ഒരു കർട്ടന്റെ ഒരു തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് നല്ല വിപുലമായ രീതിയിൽ തീരുമാനങ്ങൾ എടുത്ത് ആ ഒരു ഹെൽത്ത് സെന്ററിൽ അല്ലെങ്കിൽ ഹെൽത്ത് ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ സ്ഥാപനത്തില് ആ ഇൻസ്റ്റിറ്റ്യൂഷന് കൂടുതൽ വ്യാപകമായ രീതിയിൽ തീരുമാനങ്ങളും നയങ്ങളൊക്കെ രൂപീകരിച്ച് നല്ല രീതിയിലുള്ള ഒരു സാധനം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള വ്യക്തി. അദ്ദേഹം പറയുന്നു ഡയറക്ട്ലി ഹാൻഡിൽ പോളിസി. അദ്ദേഹമാണ് നേരിട്ട് എന്താണ് നിയമങ്ങളല്ലേ നയങ്ങളെല്ലാം രൂപീകരിക്കുന്നത്. മാനേജ്മെന്റിന്റെ സഹായത്തോടു കൂടിയായിരിക്കും ഒരുപക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെ, നടപ്പാക്കുന്നത് അങ്ങനെയായിരിക്കും. പക്ഷെ നയങ്ങളൊക്കെ രൂപീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട റോൾ ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള വ്യക്തികൾക്കാണ്. അതുപോലെ തന്നെ പറയുന്നത് എന്താണ് ഡയറക്ട്ലി ഹാൻഡിൽ പോളിസി ആൻഡ് ബഡ്ജറ്റ് ടു ജനറേറ്റ് അല്ലെ വിപുലീകരണോ അല്ലെങ്കിൽ അടുത്ത കൊല്ലത്തേക്ക് കൂടുതൽ അല്ലെ ഫണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് അതൊക്കെയാണ്. അപ്പൊ ഓരോ ഇതൊക്കെ അല്ലെ ഓരോ ഇത് നമുക്കറിയാം ഫാർമസിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് വിപുലീകരിക്കണമെങ്കിൽ അപ്പൊ അതിലൊക്കെ നേരത്തെ കൂട്ടി ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നതിന് ഒരു മെയിൻ റോൾ ആർക്കുണ്ട്? അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള വ്യക്തിക്കുണ്ട്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ഹാവ് ഡ്രോ നോളജ് ഓഫ് ദ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇൻ ദ പേഷ്യന്റ് കെയർ. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ എന്താണ് മസ്റ്റായിട്ട് അല്ലെ അദ്ദേഹത്തിന് നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം അല്ലെ, നല്ലൊരു അറിവ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നല്ല പേഷ്യന്റിനെ കൊടുക്കാൻ പറ്റുന്ന നല്ല ഓഫ് ദ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇൻ പേഷ്യന്റ് കെയർ നല്ല ഒരു ഫ്രെയിംവർക്ക് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. നല്ല പേഷ്യൻസിന് നല്ല സേവനം കാഴ്ചവെക്കാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള ഒരു നോളജ്
ആർക്കുണ്ടായിരിക്കണം? നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ഉണ്ടായിരിക്കണം. Their responsibilities are completely different from the responsibilities of a doctor or a physician. അതായത് നമുക്കറിയാം ഒരു ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഡ്യൂട്ടിയാണ് അതുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള വ്യക്തിക്ക് ഉള്ളത്. അതേമാതിരി തന്നെ ഉത്തരവാദിത്വമുണ്ട് അല്ലെ? ഡോക്ടറിനെ പേഷ്യന്റിനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ഈ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവർക്ക് ഡോക്ടറിനെയും തൃപ്തിപ്പെടുത്തണം, പേഷ്യന്റിനെയും തൃപ്തിപ്പെടുത്തണം, മാനേജ്മെന്റിനെയും തൃപ്തിപ്പെടുത്തണം അല്ലെ? മൊത്തത്തിൽ ഒരു ഓവറോൾ റോള് ആർക്കുണ്ട്? അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള വ്യക്തികൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. While physician handle patients directly, healthcare administrators supervise the facility itself and usually have a bachelor's degree or a master's degree in healthcare administration. അതായത് അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് പേഷ്യന്റിനെ, നമ്മുടെ ഫിസിഷ്യൻസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് പേഷ്യന്റിനെ ഹാൻഡിൽ ചെയ്യുമ്പോഴും മൊത്തത്തിൽ ഒരു സൂപ്പർവൈസറി പോസ്റ്റ് ആയിട്ട്, അതായത് മേൽനോട്ടം വഹിക്കുന്ന ആ സ്ഥാപനത്തിന്റെ സൗകര്യങ്ങളെയും അവര് പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ സേവനങ്ങളാണെങ്കിലും പേഷ്യൻസിന്റെ സേവനങ്ങളാണെങ്കിലും മറ്റേത് സേവനങ്ങളാണെങ്കിലും അത് മൊത്തത്തിൽ ഓവറോൾ മേൽനോട്ടം വഹിച്ച് നല്ലൊരു കാര്യങ്ങൾ ചെയ്ത് തീരുമാനമാക്കി അല്ലെ തൃപ്തികരമാക്കണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററിനാണ് അവിടെ മെയിൻ ആയിട്ടുള്ള റോള്. അദ്ദേഹത്തിന് എന്താണ് ബാച്ചിലർ ഡിഗ്രി ഓർ മാസ്റ്റർ ഡിഗ്രി അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ബാച്ചിലർ ഓർ മാസ്റ്റർ ഡിഗ്രികൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം ചില സ്ഥാപനങ്ങളിൽ വ്യത്യസ്ത രീതിയിലായിരിക്കും അവരുടെ ഡിഗ്രി ആവശ്യപ്പെടുന്നത്. അതനുസരിച്ചിട്ടായിരിക്കും മാസ്റ്റർ ഡിഗ്രിയും അതേപോലെ തന്നെ ബാച്ചിലർ ഡിഗ്രിയും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അതാണ് വാട്ട് ഈസ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററുടെ കാര്യം പറയുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കാം. വായിച്ചു നോക്കിയായിരുന്നോ? ക്ലിയർ ആയോ? കണ്ടിന്യൂ ചെയ്യാം. ഇനി ഹൗ ടു ബിക്കം എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പൊ എങ്ങനെയാണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ ആവുന്നത് അല്ലെ? എങ്ങനെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫ്രീക്വന്റ്ലി ഇന്ററാക്ട് വിത്ത് ഡോക്ടേഴ്സ്, നഴ്സസ്, സർജൻ ആൻഡ് ടെക്നീഷ്യൻസ്. അതായത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ പ്രധാനമായിട്ടും ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ പൊതുവെ ചിലപ്പോഴൊക്കെ അല്ലെ ഡോക്ടേഴ്സ്, നഴ്സുമാര്, സർജനൊക്കെ ആയിട്ട് അവരൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാറുണ്ട്. എല്ലായ്പ്പോഴും ആവണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് അല്ലെ ഫ്രീക്വന്റ്ലി ചിലപ്പോൾ അവരൊക്കെ ആയിട്ട് ഇടപെടുകാറുണ്ട്. They control the operation of a healthcare organizations and seldom meet directly with the patients in the healthcare facility. ചിലപ്പോഴൊക്കെ എന്താണ് ഇതേമാതിരി തന്നെ പേഷ്യൻസ് ആയിട്ട് അല്ലെ ഡയറക്ട്ലി
ഹാൻഡിൽ ചെയ്യുന്നതിനൊക്കെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചോദിച്ചറിയാനോ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഡയറക്റ്റ്ലി അവരൊക്കെ ആയിട്ട് ബന്ധപ്പെടാറുണ്ട്. പൊതുവെ എന്താണ് സാധാരണയായിട്ട് ഒരു ഹോസ്പിറ്റലിന്റെ മെയിൻ എയിം എന്താണ്? അവിടെയുള്ള കസ്റ്റമേഴ്സിനെ, അതായത് നമ്മുടെ എന്താണ് ഓരോ പേഷ്യൻസിനെ അത് നല്ല രീതിയിൽ തന്നെ തൃപ്തികരമാക്കി വിടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഒരു ഹോസ്പിറ്റലിന്റെ മെയിൻ ആയിട്ടുള്ള എയിം. അപ്പൊ അങ്ങനെ വന്നാൽ മാത്രമാണ് വീണ്ടും കസ്റ്റമേഴ്സ് വരുള്ളൂ അല്ലെ. ബിസിനസ് ഇങ്ങനെ കാഴ്ചപ്പാടിലൂടെ എടുത്തു കഴിഞ്ഞാൽ ബിസിനസ് നിലനിന്ന് പോകണമെങ്കിൽ എന്താണ് വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സ് വരണം അല്ലെ. അപ്പൊ ഇവിടെ ബിസിനസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിലെ കസ്റ്റമേഴ്സ് ആരാണ്? പേഷ്യൻസ് ആണ്. പേഷ്യൻസ് വീണ്ടും വീണ്ടും വരണമെങ്കിൽ എന്താണ്? അവര് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പൊ എപ്പോഴെങ്കിലും ദ കൺട്രോൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആൻഡ് സെൽഫ് മീറ്റ് ഡയറക്ട്ലി വിത്ത് ദ പേഷ്യൻസ് ഇൻ ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അവരുടെ സൗകര്യങ്ങൾ വേണ്ടിയില്ല, അവർക്ക് വേണ്ടിയിട്ട് അനുയോജ്യമായ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ട്. അത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഡ്യൂട്ടി ഈസ് ടു form the policy that runs the facility and make better the patient's experience. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പേഷ്യൻസിന്റെ പേഷ്യൻസിന്റെ സേവനങ്ങൾ തൃപ്തികരമാക്കുക എന്നതാണ് പ്രധാനമായിട്ടും. അതിനാവശ്യമായിട്ടുള്ള ഫെസിലിറ്റി സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുക, അത് നടത്തിക്കൊണ്ട് പോവുക, അതിനനുസരിച്ചിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതൊക്കെയാണ് പ്രധാനമായിട്ടും അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പോളിസി എന്ന് പറഞ്ഞാൽ നയങ്ങൾ, നമ്മള് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് നിയമങ്ങൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ മാതിരി നയങ്ങൾ രൂപീകരിക്കുക. എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടെന്നൊക്കെ പറയില്ലേ. അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് ഫെസിലിറ്റീസ് അല്ലെ. പ്രധാനമായിട്ട് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരെ പൊതുവെ അവരുടെ ഡ്യൂട്ടീസ് പ്രധാനമായിട്ടും ഇവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അതിനനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റീസ് അവർ പ്രദാനം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുമെന്നുള്ളതാണ്. Owing to the continuous need for healthcare facilities from hospitals to nursing homes, healthcare administration is important from job for those who are interested in improving healthcare policy. അതായത് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് നമ്മള് അല്ലെ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരെ കടപ്പെട്ടിരിക്കുന്നു അല്ലെ. ഓവിങ് ടു ദ കണ്ടിന്യൂസ് നീഡ് ഫോർ ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ഹെൽത്ത് കെയറിൽ ഉള്ള സേവനങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട്. ഇപ്പോഴും നമുക്കറിയാം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇന്നോവേറ്റീവ് ആയിട്ട് തന്നെ അല്ലെ പുതുമയോടുകൂടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കറിയാം പണ്ട് മാനുവലി ആണ് എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുകയായിട്ട് ചെയ്ത്. ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പൊ നമുക്കറിയാം കമ്പ്യൂട്ടറൈസ്ഡിനേക്കാളും ഡിജിറ്റലൈസ്ഡ് ആയി അല്ലെ. എല്ലാം ആ തെരഞ്ഞു വരുന്ന മൊമെന്റിലേക്ക് തന്നെ നമുക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ കൊണ്ടുവരുന്ന രീതിയിൽ. അപ്പൊ പേഷ്യൻസിന് എന്താണ് എപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ സമയം ഒന്നും നഷ്ടപ്പെടുത്താത്ത രീതിയിൽ, അവർക്ക് എവിടെയും ഒന്നും അലഞ്ഞു തിരിഞ്ഞ് കാര്യങ്ങൾ ചോദിച്ചറിയാത്ത രീതിയിൽ ഡിജിറ്റലൈസേഷൻ അല്ലെ അതിനനുസരിച്ചിട്ടുള്ള വിഷ്വലി അവർക്ക് കാണുന്ന രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും സേവനങ്ങളൊക്കെ കാഴ്ചവെക്കുന്ന രീതിക്കായി. അപ്പൊ എന്താണ് പറയുന്നത്? ഓവിങ് ദ കണ്ടിന്യൂസ് നീഡ് ഫോർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഫ്രം ഹോസ്പിറ്റൽ ടു നഴ്സിംഗ് ഹോംസ്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾക്ക് എല്ലാ തരത്തിലും നമുക്കറിയാം ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി ഹോസ്പിറ്റലിൽ മാത്രമല്ല, ചിലപ്പോഴല്ലേ ചില വ്യത്യസ്ത മേഖലകൾ അനുസരിച്ചിട്ട് ചിലപ്പോ നഴ്സിംഗ് ഹോമുകളിൽ ഉണ്ടാവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോബ് ഫോർ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ടു ഇംപ്രൂവിംഗ് ഹെൽത്ത് കെയർ പോളിസി നയങ്ങൾ രൂപീകരിക്കുന്നതിലേക്ക് ആവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അതിനെ സംബന്ധിച്ച് ഇവിടെ താഴേക്ക് വരുന്നുണ്ട്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മേ ബി ഇൻക്ലൂഡഡ് ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ്, ഏതൊക്കെ രീതിയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കണ്ണെത്തുന്നുണ്ട് എന്നുള്ളത്. ആൻഡ് എന്റെ ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെ മൊത്തത്തിൽ ഒരു മുഴുവൻ ആരോഗ്യ സംരക്ഷണ അല്ലെ സംരക്ഷണ സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാവാം. സ്പെസിഫിക് ഫെസിലിറ്റീസ് സച്ച് ആസ് ഫിസിഷ്യൻസ് പ്രാക്ടീസസ് ഹോസ്പിറ്റൽസ് ആൻഡ് ഹോം ഹെൽത്ത് ഏജൻസീസ്, ചിലപ്പോഴൊക്കെ ഫിസിഷ്യന്റെ അല്ലെ അവരുടെ ആ ഒരു സഹായകസ്തകനായിട്ട് പ്രവർത്തിക്കുന്ന തീരുമാനങ്ങളൊക്കെ രൂപീകരിക്കുന്ന വ്യക്തികളാകാം. അതല്ലെങ്കിൽ ഹോം ഹെൽത്ത് ഏജൻസികൾ, നമുക്കറിയാം ഒരു സ്ഥാപനത്തിൽ അല്ലെ ഒരു സർക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള വ്യക്തിയുടെ അണ്ടറിലായിരിക്കും ചിലപ്പോൾ ചില ഡോക്ടേഴ്സ് ചില തീരുമാനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അവരുടെ ക്ലിനിക് അത് വികസിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു റോളിലുള്ള വ്യക്തികളുടെ അണ്ടറിൽ തന്നെയായിരിക്കും തീരുമാനങ്ങളൊക്കെ എടുത്ത് നടത്തിക്കൊണ്ട് പോകുന്നത്. സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സ് ഓർ യൂണിറ്റ്സ് ലൈക്ക് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്സ്, ചിലപ്പോഴൊക്കെ
എന്താണ് അവരുടെ ഡ്യൂട്ടീസ് ചിലപ്പോൾ അവരുടെ ഡിപ്പാർട്ട്മെന്റുകൾ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള റോളായിരിക്കും ഇവർക്ക് നിർവഹിക്കേണ്ടതായിട്ട് വരിക. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കാർഡിയക് കെയർ യൂണിറ്റ്, അത് ചിലപ്പോൾ അല്ലെ ഹൃദയ സംബന്ധമായ ചികിത്സയും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ വിങ് മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് അത് അല്ലെ ആ പേഷ്യൻസിന് നല്ലൊരു സർവീസ് കാഴ്ചവെച്ച് ഡോക്ടേഴ്സിന് നല്ല തൃപ്തികരമായിട്ടുള്ള ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് അതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രത്യേക വിങ് ആയിട്ടൊക്കെ ആർക്ക് പ്രവർത്തിക്കാം, അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള വ്യക്തികൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരങ്ങളുണ്ട്. സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ് ചിലപ്പോഴൊക്കെ നമ്മള് ക്ലിനിക്കലായിട്ട് ഇപ്പൊ നമുക്ക് ഡെന്റിസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഒരു ഹോസ്പിറ്റൽ ഫോം ചെയ്യുകയാണെങ്കിൽ ഇവിടെ ക്ലിനിക്ക് ആ ഒരു ഡെന്റിസ്റ്റിന്റെ ഡിപ്പാർട്ട്മെന്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളോ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള വ്യക്തിക്ക് നിർവഹിക്കാനുണ്ടെങ്കിൽ അത് എന്താണ് അവിടെ ഒരു ഡിപ്പാർട്ട്മെന്റേ പ്രവർത്തിക്കുന്നുള്ളൂ. പക്ഷെ അതിന്റെ സുഗമമായ പ്രവർത്തനങ്ങളാണ് മൊത്തത്തിൽ അദ്ദേഹം മാനേജ് ചെയ്യുന്നത്. അവിടുത്തെ പേഷ്യൻസിനെ സാറ്റിസ്ഫൈഡ് ചെയ്യുക, അവിടുത്തെ ഡോക്ടർ മറ്റ് സൗകര്യങ്ങൾ അല്ലെ മറ്റ് സംഭവങ്ങളൊക്കെ എന്തെങ്കിലും ഫെസിലിറ്റീസ് ഒക്കെ ഇച്ചിരി കൂടി നല്ല രീതിയിൽ എന്തായാലും നമുക്കറിയാം എല്ലാവരും ഇപ്പൊ കെയർ ചെയ്യുന്ന ഒരു മേഖലയൊക്കെയാണ്. അപ്പൊ ആ ഒരു സ്പെസിഫിക് ഏരിയ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയ ലൈക്ക് നഴ്സിംഗ്, ഫിസിക്കൽ തെറാപ്പി ആൻഡ് കാർഡിയോളജി. ഇപ്പൊ ഞാനത് ഡെന്റലിന്റെ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. നഴ്സിംഗ് പോലെയുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം നമുക്കറിയാം കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവർ ആയിരിക്കും അവർക്കുള്ളത്. അല്ലെങ്കിൽ ഫിസിക്കൽ തെറാപ്പിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഫിസിക്കൽ നമുക്കറിയാം എന്തെങ്കിലും ഇതുകളെ അല്ലെ ഒത്തിരി പേഴ്സൺസ് ഒക്കെ ഫിസിക്കലിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ഡിപ്പാർട്ട്മെന്റ് സമീപിക്കുകയാണെങ്കിൽ അതിന്റെ മാത്രം അഡ്മിനിസ്ട്രേറ്റീവ് പവറാണ് ഹാൻഡിൽ ചെയ്യേണ്ടതുള്ളൂ എങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട സാറ്റിസ്ഫാക്ഷൻ അല്ലെ അവിടെ പേഷ്യൻസിന് ഉണ്ടാവുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ തൃപ്തിപ്പെടുത്തി കൊടുക്കുക, അവരുടെ ഡ്യൂട്ടി കാര്യം അറേഞ്ച് ചെയ്യുക, അവരുടെ ഡോക്ടേഴ്സ് മറ്റു വർക്കേഴ്സിന്റെ കാര്യങ്ങളൊക്കെ അവർക്ക് ആവശ്യമായ ട്രെയിനിങ് അല്ലെങ്കിൽ അവരുടെ ഫെസിലിറ്റീസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുക, നേരത്തെ പറഞ്ഞ മാത്രം ബഡ്ജറ്റിങ്ങും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക, വിപുലീകരിക്കേണ്ട പേരൊക്കെ വിപുലീകരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ വിഭാവനം ചെയ്യും. അതേപോലെ തന്നെ കാർഡിയോളജി വിഭാഗം ഹൃദയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്കറിയാം പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് അല്ലെ. ECGന്റെ എക്കോ ടെസ്റ്റ് ഉണ്ട്, അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ ഡോക്ടേഴ്സ് ഉണ്ടാവും, ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടാവും, അസിസ്റ്റ് ചെയ്യുന്ന കുറെ നഴ്സുമാരുടെ കാര്യങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതേമാതിരി ECG എക്കോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മേഖലകളൊക്കെ തിരിച്ച് സംഭവങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അവിടെയുള്ള അല്ലെ ഒരു സ്പെഷ്യൽ വിങ് ആണ് ആ ഒരു കാർഡിയോളജി വിഭാഗം. അതിനനുസരിച്ചിട്ട് ഒരു 2-3 ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു സ്പെഷ്യൽ ഡ്യൂട്ടി ആയിരിക്കും അവരെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരിക. അവിടുത്തെ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ ഹാൻഡിൽ ചെയ്യേണ്ടത്. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ എന്താണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർക്ക് അവരുടെ ഡ്യൂട്ടികൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് നമ്മൾ നേരത്തെ റിസപ്ഷനിസ്റ്റിന്റെ മേഖല പറഞ്ഞ മാതിരി എല്ലാ വ്യത്യസ്ത രീതിയിൽ തന്നെ അവർക്ക് ഡ്യൂട്ടി ചെയ്യാമെന്ന് പറഞ്ഞ മാതിരി അഡ്മിനിസ്ട്രേറ്ററിന് മൊത്തത്തിൽ അല്ലെ നമ്മൾ ഒരു മൊത്തത്തിലുള്ള ഒരു മെയിൻ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള റോൾ ഉണ്ടാവും. അതേമാതിരി തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള ഫീൽഡുകളിലൊക്കെ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ ഉണ്ടാവാം എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ നോട്ടാക്കിയിട്ടുണ്ട്. അടുത്ത ഭാഗം നമുക്ക് പിന്നെ എടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ് ഒരുപാട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. അടുത്തൊരു ഇതെന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് എടുക്കാം. പ്രിൻസിപ്പിൾസും ഒബ്ജക്റ്റീവ്സും നിങ്ങൾക്ക് ചാൻസ് ഉള്ള കുറച്ച് ഡ്യൂട്ടി മേഖലകളൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും എല്ലാത്തിനെയും കുറിച്ച് ഒരു അവയർനെസ് വലിയ വലിയ ഫീൽഡുകളിലും വർക്ക് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്തിനേയും കുറിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ എന്തായാലും മോക്ക് ടെസ്റ്റ് പഠിക്കുക, എന്താ പറയുക അതിന്റെ എക്സാം പാസ്സാക്കുന്നതിനേക്കാൾ ഉപരി ഹോസ്പിറ്റലിലെ എല്ലാത്തിനെയും കുറിച്ചിട്ട് ഒരു അവയർനെസ് കിട്ടുന്നുണ്ട് അല്ലെ. എല്ലാവരും എല്ലാ ടീച്ചേഴ്സും ഓരോ ഭാഗം നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. എല്ലാവരിൽ നിന്ന് നോളജ് സമ്പാദിക്കുക. അപ്പൊ എവിടെ ചെന്നാലും ബുദ്ധി ചെയ്യാനായിട്ട് വരുമ്പോൾ നമ്മൾ ആകെ എന്താ പറയുക ടെസ്റ്റ് നൽകിയത് എല്ലാത്തിനെയും കുറിച്ച് നോളജ് ഉണ്ട് അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് പവറിൽ നമുക്കത് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പൊസിഷൻ അനുസരിച്ചിട്ട് ഓരോ മേഖല അനുസരിച്ചിട്ട് തന്നെ ഡ്യൂട്ടി ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആയോ? ഈ ഭാഗം ക്ലിയർ ആയോ? ലാസ്റ്റ് ഭാഗം ക്ലിയർ ആയോ?
ക്ലിയർ മാം. പോയിന്ന് തോന്നണല്ലേ, ഒരുപാട് നേരം തുടങ്ങിയിരുന്ന് പോയാണ്. സ്പീഡ് കൂടുതലായിട്ട് പറഞ്ഞ ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എങ്കിൽ ഒന്നും കൂടി ക്ലിയർ ചെയ്ത് തരാം. റിപ്പീറ്റേഷനുള്ള ഭാഗങ്ങൾ തന്നെ ആയതുകൊണ്ടാണ്. ഒരു ലാസ്റ്റ് പോയിന്റ് കൂടി നോക്കിയ സ്പെസിഫിക് ഏരിയാസ് ലൈക്ക് സ്റ്റാഫിംഗ്, ഫെസിലിറ്റി, അഡ്മിനിസ്ട്രേഷൻ, അഡ്മിഷൻ ആൻഡ് ഫിനാൻസസ്. ക്ലിനിക്കൽ ഏരിയ, നഴ്സിംഗ്, ഫിസിക്കൽ തെറാപ്പി പറഞ്ഞ് ഞാനല്ലേ അത് ഒരു ഭാഗം നിർത്തിയ ശേഷം പറയാമോ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞുകൊണ്ട് സ്പെസിഫിക് ഏരിയ ലൈക്ക് സ്റ്റാഫിംഗ്, ഫെസിലിറ്റി, അഡ്മിനിസ്ട്രേഷൻ, അഡ്മിഷൻ ആൻഡ് ഫിനാൻസ്. നമുക്കറിയാം അല്ലെ, ചില ഒരു വലിയ ഹോസ്പിറ്റലിലെ വിങ്ങൊക്കെ ആവുമ്പോൾ അവിടെ അല്ലെ വലിയ ഒരു പേര് കേട്ട ഭയങ്കര പേര് കേട്ട ഹോസ്പിറ്റലൊക്കെ ആവുമ്പോഴെന്താണ് ഒരുപാട് വ്യക്തികൾ അവിടെ വരും അല്ലെ, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ സ്പെസിഫിക് ആയിട്ട് അല്ലെ അവിടുത്തെ സ്റ്റാഫുകളുടെ കാര്യങ്ങൾ തന്നെ കൂടിയാലോചിച്ച് അവരെ തന്നെ കോർഡിനേറ്റ് ചെയ്ത് അവരെ കൺട്രോൾ ചെയ്ത് അവർക്കൊന്നും പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ കൃത്യമായിട്ട് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും സ്റ്റാഫുകൾ നല്ല രീതിയിൽ തന്നെ പോകാൻ വേണ്ടിയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ ഉണ്ടാവും. സ്റ്റാഫുകളെ മാത്രം കൈകാര്യം ചെയ്യും. അതേമാതിരി തന്നെ എന്താണ് അഡ്മിഷൻ അല്ലെ, എല്ലാ കസ്റ്റമേഴ്സിനും അഡ്മിഷൻസ് കിട്ടാൻ വേണ്ടി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അപ്പൊ അഡ്മിഷനുകൾ വേണം അല്ലെ, അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം. അതേമാതിരി തന്നെ ഫിനാൻസുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും എന്താണ് എല്ലാ വർക്കേഴ്സിനും അവരുടെ കൃത്യമായിട്ടുള്ള കൂലിയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട്. അപ്പൊ ഫിനാൻസ് നമുക്കറിയാം, ഫിനാൻസ് മാനേജർ, പർച്ചേസിംഗ് മാനേജർ, സെയിൽസ് മാനേജർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിങ്ങുകളൊക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ആ ഒരു മൊത്തത്തിലെ കാര്യങ്ങൾ ഈ വക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറുകൾ അല്ലെ ആ രൂപകൽപ്പന ചെയ്യാനായിട്ട് അതെന്തെങ്കിലും പ്രോബ്ലം ഒന്നും ഇല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ മേഖലകൾക്ക് വേണമെന്ന് പറഞ്ഞ മാത്രമേ തന്നെ ഓരോ ഭാഗങ്ങൾക്ക് അല്ലെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഉള്ള ഓരോ ഏരിയകൾ സ്റ്റാഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസിലിറ്റീസ് എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും ഫെസിലിറ്റീസ് പുതിയ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യണമോ അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ എന്താണ് ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ അവിടെ മുടക്കേണ്ട നമ്മൾ നേരത്തെ പറഞ്ഞ ബഡ്ജറ്റിംഗ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ മാത്രമേ തന്നെ അവിടെ മുടക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് മാത്രം അതിന്റെ ആ ഒരു പലതരമായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ലാഭം അല്ലെ മോസ്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റും അല്ലെങ്കിൽ എന്താണ് എക്സ്പെൻഡിച്ചർ അല്ലെ ലാഭവും നഷ്ടവും എല്ലാം ചെയ്തുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് റോൾ ഉണ്ടാവും. അവിടെ ഹൗ ടു ബിക്കം എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ അവര് ഹെൽത്ത് കെയറിൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു എല്ലാത്തിനെയും കുറിച്ചൊരു നോളജ് വേണമെന്ന് കണ്ടു അല്ലെ. എല്ലാത്തിനെയും കുറിച്ച് നോളജ് ഉള്ള വ്യക്തികൾക്കാണ് തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. പോളിസി രൂപീകരിക്കുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ പ്രധാനമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നടപ്പാക്കുക, പോളിസി നടപ്പാക്കുക, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ലീഗലായിട്ട് എത്തിക്കൽ കാഴ്ചപ്പാടുകൾ അല്ലെ നിയമവശങ്ങളും ധാർമ്മിക മൂല്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അങ്ങനെയുള്ള റൂൾസും അല്ലെങ്കിൽ പോളിസികൾ നയങ്ങളൊക്കെ രൂപീകരിക്കുന്ന പ്രധാനപ്പെട്ട റോളാണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള വ്യക്തിക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇവര് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണമെങ്കിൽ എന്താണ് മറ്റുള്ളവരുടെ പ്രോബ്ലംസ് അറിയണം അല്ലെ, എന്നാൽ മാത്രമാണ് ആ പ്രോബ്ലംസിനനുസരിച്ചിട്ടുള്ള ഒരു സൊല്യൂഷൻ നിശ്ചയിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഡോക്ടേഴ്സ് നഴ്സുമാരുടെ ഇടയിലൊക്കെ ഒരു ഇന്ററാക്ട് ചെയ്യും, ഇടയ്ക്കിടയ്ക്കെങ്കിലും അവരൊക്കെ ആയിട്ട് ബന്ധപ്പെടും. അതേമാതിരി തന്നെ പേഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് മോസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എന്നാൽ മാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ആ ബിസിനസ് ആ സ്ഥാപനം നിലനിന്നു പോകും അല്ലെ. അപ്പൊ പേഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്ത് പോകണമെങ്കിൽ എന്താണ് പേഷ്യൻസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടപെടേണ്ടത്.
അപ്പൊ അവർക്ക് എന്തെങ്കിലും ഫെസിലിറ്റീസ്, അവർക്ക് ഏതെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അവരായിട്ടൊരു അല്ലെ കമ്മ്യൂണിക്കേഷനിലൂടെയോ അവരുടെ പ്രോബ്ലംസ് അറിഞ്ഞോ എന്തെങ്കിലും ചോദിച്ചറിഞ്ഞൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഈ കാര്യങ്ങളിലെല്ലാം ഏർപ്പെടണം, മറ്റുള്ളവരായിട്ട് ഇടപെടണം. അതേപോലെ തന്നെ ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ വ്യക്തമായിട്ട് തന്നെ ഒറ്റയ്ക്ക് കൂട്ടമായിട്ടൊക്കെ തന്നെ അവരുടെ പ്രശ്നങ്ങളൊക്കെ അറിയാനായിട്ട് അല്ലെ പറഞ്ഞു മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെ ഇടപെടുകയാണ്. ഇനി പറയാണ് ഇദ്ദേഹത്തിന് പലതരത്തിലുള്ള അല്ലെ കാര്യക്ഷമമായിട്ടുള്ള ഒരു സമ്പ്രദായങ്ങളൊക്കെ നടപ്പാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇച്ചിരി കൂടി കടന്ന രീതിയിൽ ചിന്തിച്ച് കുറച്ച് നിയമങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും കേസുകളിലേക്ക് നമുക്കറിയാം ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ചില ഭാഗങ്ങൾ ചിലപ്പോൾ നമ്മൾ സ്റ്റാഫുകളെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിലേക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ വിങ്ങിലേക്ക് ഇറങ്ങി ചെല്ലണം അല്ലെ. എന്നിട്ട് അവിടുത്തെ മാനേജറൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നിട്ട് ഇവര് പറയുന്നത് ശരിയാണോ എന്ന് ആദ്യം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള മാനേജർ പറയുന്നത് അപ്പൊ തന്നെ കേട്ടിട്ട് അങ്ങനെ രൂപീകരിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, അവരാദ്യം തന്നെ നമ്മളാ ഹ്യൂമൻ റിസോഴ്സ് എടുത്തപ്പോ പറഞ്ഞിരുന്നു ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളവർ ആലോചിക്കും ഇത് ശരിയാണോ എന്ന്. അങ്ങനെയാണെങ്കിലും ശരിയാണെന്ന് കണ്ടെത്തിയാൽ തന്നെ മാത്രമാണ് റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടത്തുള്ളൂ. അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ്സ് നടത്താൻ അവിടെയുള്ള അർഹരായ പേഴ്സൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ അപ്പോയിന്റ്മെന്റ് ഒക്കെ ചെയ്യും. അപ്പൊ അതാണെങ്കിൽ ഏതാണോ മാറ്റർ ആ മാറ്ററിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളവരുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ അതിലേക്ക് ഇറങ്ങി ചെന്ന് അത് സ്ഥിരീകരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള നിയമങ്ങൾ ഇവര് രൂപീകരിക്കേണ്ടതായിരുന്നു. അപ്പൊ ഈ ഫെസിലിറ്റീസ് എവിടെ വേണമെങ്കിലും ആവാം എന്നുള്ളതാണ് പറയുന്നത്. എന്റെ ഹെൽത്ത് കെയർ സിസ്റ്റം മൊത്തത്തിൽ ഉള്ള വലിയ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിൽ ചാർജ് എടുക്കാം. അതല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ഫിസിഷ്യന്റെ പ്രാക്ടീസിലോ അല്ലെങ്കിൽ ഹോം ഹെൽത്ത് ഏജൻസികളിലൊക്കെ മാത്രമായിട്ടൊക്കെ ചാർജ് എടുക്കാം. അതല്ലെങ്കിൽ എന്താണ് ഡിപ്പാർട്ട്മെന്റ് തലത്തില് മാത്രമുള്ള കാര്യങ്ങൾ, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന്റെ മാത്രമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എടുക്കാം. അങ്ങനെ ഈ ഒരു റിസപ്ഷനിസ്റ്റിന്റെ റോള് പോലെ തന്നെ ഈ അഡ്മിനിസ്ട്രേറ്ററിനും സെപ്പറേറ്റ് റോളുകളും ഉണ്ടാകാം. അല്ലെങ്കിൽ മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്യാനുള്ള റോളും ഉണ്ടാകാം. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. എങ്ങനെ അവർക്ക് ആ ഒരു രീതിയിലാവാം, ആ ഒരു രീതിയാണ് ഇവർക്ക് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു രീതിയെ കുറിച്ച് മാത്രം പഠിച്ച് തീരുമാനങ്ങളൊക്കെ രൂപീകരിച്ചാൽ മതി. ആദ്യം അങ്ങനെ ആവണമെങ്കിൽ അതിന് മുന്നേ നമ്മൾ പറഞ്ഞ് എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം, അവരോട് ഇടപഴകി അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ, ഡിസിഷൻസ്, പോളിസികളൊക്കെ ഇവര് എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ആദ്യം തന്നെയാണ് ബിക്കം എ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. പിന്നെയാണ് ഏതൊക്കെ ഇതിലേക്ക് ആവാം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് എന്തായാലും ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കും. താങ്ക് യു.